സന്തോഷമുണ്ട്. അതിൽ നിന്ന് യൂത്ത് സൺഡേയിലെ ഇങ്ങനെ കർത്താവിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ എന്റെ കർത്താവ് സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രേഷ്ഠാഭിഷേക്തൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനം എല്ലാവർക്കും വേഗം വരുന്നതിനായ കർത്താവ് നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് കടക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അമ്മ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് മതിയായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ നല്ലവനായ കർത്താവേ, കർത്താവേ അതിന്റെ വചനം പറയാൻ പോകുന്നത് അങ്ങയുടെ വചനം പറയാൻ പോകുന്നത് അങ്ങയുടെ ശക്തിയാണ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ തന്നെ അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കും. പറയുവാൻ അതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിധിക്കുന്നതൊന്നും വെറുതെ ആയി പോകാൻ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല നിലത്തിൽ വീണമിക്ക് പോലെ കർത്താവെ കേൾക്കുന്നവരുടെ ഉള്ളിൽ അത് അധികമാണ് ആഴമായി പതിവാൻ മറ്റുള്ളവർക്ക് പ്രയോജനമായി സഹായിക്കുന്നതിലേക്കായി സ്തോത്രം. എല്ലാ താഴ്മയെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു: ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതിന്റെ പിന്നോട്ടുള്ള അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ അനുമതിയിൽ നിന്നും രക്ഷപ്പെട്ട് കനാൻ നാട്ടിലേക്കുള്ള യാത്രാമധ്യേ അവർ സീനായി പർവ്വതത്തിനടുത്ത് പാളയം ഇറങ്ങാനിടയായി തീർന്നു. ഈ അവസരത്തിൽ മോശയ്ക്ക് ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് പ്രത്യക്ഷനായി. അപ്പോൾ മോശയോട് അവർ പാലിക്കേണ്ടതായ 10 കൽപ്പനകൾ കൊടുക്കുവാൻ ഇടയായി. ഇത് കണ്ട് ഭയപ്പെടുന്ന ജനത്തെ നോക്കി മോശ അരുളി ചെയ്ത വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ദൈവജനത്തെ പരീക്ഷിക്കാനായിട്ടാണ് അവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ ദൈവജനത്തിന് ഒരു പരീക്ഷ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നമ്മയും പരീക്ഷിക്കും. എന്തിനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനത്രേ. അപ്പം പിതാവായ ദൈവത്തിലുള്ള ഭയം നമ്മളിലും ഉണ്ടായിരിക്കണം. അപ്പം ദൈവഭയം നമ്മുടെ ഉള്ളിലുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്. എന്തിനാണ് ദൈവഭയം നമ്മുടെ ഉള്ളിൽ വേണ്ടത്? നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ. അപ്പം നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ ദൈവഭയം നമ്മുടെ ഉള്ളിൽ വേണ്ടത് അത്യാവശ്യമാണ്. ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവഭയം ഉണ്ടെങ്കിൽ നാം ആരും പാപം ചെയ്യാൻ ഇടയാകത്തില്ല. നമ്മൾക്ക് ദൈവത്തോട് ഏറ്റവും അടുത്തവരെന്ന ഒരു മിഥ്യാധാരണ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇല്ലാത്തവരായി ദൈവഭയം ഇല്ലാത്തവരായി ദൈവസന്നിധിയിൽ ഇരിക്കാനിടയായി തീരുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അധികം ഭയത്തോടും ദൈവഭയത്തോടും വിശ്വസ്തയോടും കൂടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഇടയായി തീരണം. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവഭയം വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. അതിനാൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സമർപ്പണ മനോഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ഘടകം ദൈവഭയം ആവശ്യമാണ്, വിശ്വസ്തത ആവശ്യമാണ്. ഇത് കൂടാതെ സമർപ്പണ മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ആലോചന മറിയെ അറിയിച്ചപ്പോൾ മറിയെ തന്നെ അവിടെ സമർപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മറിയ പറയുന്നു: ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇങ്ങനെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ. അതുപോലെ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാവും അവിടെ യഹോവയുടെ മുമ്പാകെ അവനെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടിയനെ അയക്കണമേ എന്നാണ് യെശയ്യാവും സമർപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളും ദൈവസന്നിധിയിൽ സമർപ്പണമുള്ളവരായിരിക്കണം. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആയിരിക്കണം നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരു കുശവൻ സുന്ദരമായ പാത്രം തീർക്കാൻ കളിമണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ആ കളിമണ്ണിന്റെ ആഗ്രഹപ്രകാരമായിരിക്കില്ല കുശവൻ ആ പാത്രത്തെ ഒരു സുന്ദരമായ പാത്രം നിർമ്മിക്കുന്നത്. അതുപോലെ നമ്മുടെ പിതാവായ ദൈവമാണ് നമ്മുടെ ഓരോരുത്തരെയും കുശവൻ. കളിമണ്ണായ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ആഗ്രഹപ്രകാരമായിരിക്കില്ല ദൈവം മെനയുന്നത്. ദൈവത്തിന്റെ ഇച്ഛപ്രകാരമായിരിക്കും നമ്മുടെ ഓരോരുത്തരെയും മെനയെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കളിമണ്ണ് ഒരിക്കലും ഏത് രീതിയിലാണോ നമ്മളെ മെനയുന്നത് അതൊന്നും ചോദ്യം ചെയ്യാറുമില്ല. അതുപോലെ നാം ദൈവത്തെ ചോദ്യം ചെയ്യാതെ പരിഭവങ്ങൾ പറയാതെ ദൈവത്തിന്റെ കയ്യിൽ ആത്മാർത്ഥമായി സമർപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹോവ യിരെമ്യാവിനോട് അരുളി ചെയ്യുകയാണ്: നിനക്ക് എന്റെ സൃഷ്ടി
യഹോവയിൽ നിന്ന് ഇരമ്യാവിന്റെ അരുളപ്പാടുന്ന, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നതാ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ആമേൻ. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് യിരെമ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുകയാണ്, നിനക്ക് എന്റെ സൃഷ്ടിയുടെ പരമാധികാരം മനസ്സിലാകണമെങ്കിൽ നീ ഒരു കുശവന്റെ വീട്ടിൽ ചെല്ലുക. യഹോവയുടെ അരുളപ്പാട് പ്രകാരം കുശവന്റെ വീട്ടിലേക്ക് യിരെമ്യാവ് ചെല്ലുമ്പോൾ ഒരു കുശവൻ കളിമണ്ണ് ഉപയോഗിച്ച് ഇങ്ങനെ പാത്രങ്ങൾ നിർമ്മിക്കുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ പാത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കളിമണ്ണ് അത് ചീത്തയായി പോയെന്നാണ് പറയുന്നത്. പക്ഷേ കുശവൻ ആ കളിമണ്ണോട് വീണ്ടും മനസ്സറിവ് തോന്നി അതിനെ ഇഷ്ടപ്പെട്ട വേറൊരു സുന്ദരമായ പാത്രമാക്കി തീർക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ നാമും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ചിലപ്പോൾ നാം നന്നാവാൻ തീരുമാനിച്ചില്ലെങ്കിലും ദൈവത്തിന് നമ്മോട് ചിലപ്പോൾ നന്നാവണമെന്നൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വഴിതെറ്റി പോയിട്ടും നമ്മൾ ദൈവസന്നിധിയിൽ വേണ്ടതുപോലെ സമർപ്പിക്കാതിട്ടും ദൈവം വീണ്ടും നമ്മളെ തേടി വരാൻ ഇടയായിത്തീർന്നത്. വീണ്ടും അവന്റെ സന്നിധിയിൽ നാം സമർപ്പണ ബോധത്തോട് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ദൈവം വീണ്ടും നമ്മെ ഓരോ സുന്ദര പാത്രങ്ങളാക്കി തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരു കളിമൺ പാത്ര നിർമ്മാണത്തിന് ഈ കളിമണ്ണ് പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങൾ ഒക്കെ കടന്നു വരാം. അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ലാസ്റ്റ് അതൊരു സുന്ദരമായ പാത്രമായി തീരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ലാസ്റ്റ് ദൈവം വലിയൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈകളിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരാൻ ഇടയാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഒന്നാമത് നമ്മൾ ദൈവഭയം ഉണ്ടായിരിക്കണം. രണ്ട്, നമുക്ക് ദൈവത്തിന്റെ വിശ്വസ്തത ഉണ്ടായിരിക്കണം. മൂന്ന്, നമ്മൾ സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്